നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ഇവനെ വെച്ചിട്ടൊരു സിമ്പിൾ കറി കേട്ടോ, ഞണ്ട് കറി. കാരണം ഈ ലോക്ക്ഡൗൺ സമയത്ത് ഞണ്ട് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഇന്ന് എനിക്ക് കിട്ടി കേട്ടോ, ഇന്ന് കിട്ടി. അപ്പോൾ ഇപ്പം ഞണ്ടിൻ്റെ സീസണും കൂടിയാന്ന് തോന്നുന്നു അല്ലേ, അതായിരിക്കും കിട്ടാൻ ചാൻസ്. അപ്പോൾ അത്യാവശ്യം ഇറച്ചിയുള്ള ഞണ്ട് നോക്കി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് സിമ്പിൾ ആൻഡ് അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോകല്ലേ. മുറിച്ച് നമ്മൾ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കല്ലുപ്പ് ഇട്ടിട്ട് നമ്മളിത് കഴുകിയെടുക്കണം. അപ്പോൾ നമുക്ക് ചേരുവകളിലേക്ക് പോകട്ടോ. കുറച്ച് മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി ഇതിൻ്റെ കൂട്ടത്തിലിട്ടുണ്ട് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. തേങ്ങ അരച്ചത്, കല്ലുപ്പ് എടുക്കുന്നത്, കല്ലുപ്പ് ഇട്ടാൽ കുറച്ച് ടേസ്റ്റ് കൂടും. പിന്നെ നമ്മുടെ മഞ്ഞൾ എടുത്തിട്ടുണ്ട്, പുളിവെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട ചെറിയ ഉള്ളി ഞാൻ എടുത്തത്, ചെറിയ ഉള്ളി എടുത്താലും ടേസ്റ്റ് കൂടുതലാണ്. ചെറിയ ഉള്ളിയും പിന്നെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി മൂന്നും കൂടി നമ്മൾ കല്ലിലിട്ടിട്ട് നല്ലോണം ചതയ്ക്കും. എന്നിട്ട് എടുക്കുക. കറിവേപ്പിലയും, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, കുറച്ച് തേങ്ങാപ്പാൽ. അപ്പം നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കല്ലുപ്പിടുക. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പുളിവെള്ളവും നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുളിവെള്ളം അതേപോലെ ഒഴിച്ചിട്ടുണ്ട്. നല്ലോണം ഒന്ന് 2 മിനിറ്റ് നിന്നോട്ടെ, സെറ്റാവട്ടെ. ആ ഒരു ഗ്യാപ്പിൽ ഇത് നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് അടുപ്പത്ത് വെക്കാം. അപ്പോൾ വെള്ളം കുറച്ച് കുറവാണ്, ഇത് മൂടുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു ചെറിയൊരു ടിപ്പുണ്ട്. നമ്മളൊരു 10 മിനിറ്റൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് നോക്കുക. വല്ലാണ്ട് നൊരഞ്ഞ് പൊന്തുന്നുണ്ടെങ്കിൽ ഉപ്പ് കുറവാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചൊരു ഉപ്പിട്ട് കൊടുക്കുക. ഇത് അമ്മ തന്നൊരു ടിപ്പാട്ടോ. കുറച്ചായൊന്നുണ്ടല്ലേ, കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക. അവസാനം ഇടും കേട്ടോ, ഞാനിപ്പോൾ ഇട്ടത് കറിക്കൊക്കെ ആ കറിവേപ്പിലിൻ്റെ ആ ഒരു മണം പിടിക്കട്ടെ. കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. മുളകെല്ലാം കണ്ടില്ല വക്കിലിങ്ങനെ ഇരിക്കുന്നത്, നല്ലോണം വറ്റിക്കുളി. അപ്പോൾ ഒരു 15 മിനിറ്റോളം ഇത് നമ്മൾ തിളപ്പിച്ചിട്ടുണ്ട്, അത്യാവശ്യം വെന്തിട്ടുണ്ട്. നമുക്കിനി അരപ്പ് ചേർക്കാം. തേങ്ങേൻ്റെ നേരത്തെ കാണിച്ച മുഴുവൻ ചേർക്കില്ല കേട്ടോ, അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ അരപ്പ് ചേർത്തിട്ട് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഇടിച്ച് വെച്ചിട്ടുള്ള ഈ ഐറ്റംസൊക്കെ ഇടാം. ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആക്കിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വിറകിൽ വെക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവുന്നുണ്ട്. വിറകടുപ്പിൽ വെച്ചാൽ ടേസ്റ്റും കൂടും. കേട്ടിട്ടില്ല അങ്ങനെ? ഇതിനെ ഒന്ന് തിളച്ചിട്ട് കേട്ടോ. അരമണിക്കൂറോളം ഇത് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുരുമുളക് പൊടി, പിന്നെ ഇവിടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലൊന്ന് തൂക്കി കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണം. തണ്ടോടുകൂടി ഇടുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ അടുത്ത് തണ്ടില്ലാണ്ടായി, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ കറി കണ്ടില്ല നല്ല കുറുകിയിട്ട്. ഉപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് എങ്ങനെ ഉണ്ടാച്ചാ? കറക്റ്റാ അല്ലേ? അപ്പോൾ നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടോ. നമുക്കിനി അത് ഇറക്കി വെക്കാം. അയ്യ, നല്ല പാലക്കാടൻ മട്ട ചോറും നമ്മുടെ ഞണ്ട് കറി. ഓ, അതിൻ്റെ സ്മെല്ലും തിക്ക് ഗ്രേവി കേട്ടോ. അത് നമ്മൾ നല്ലോണം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ആ തിക്ക് ഗ്രേവിയാണ് കുറച്ച്.
അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാമ്പുപ്പേരിയും. ശരിക്കും പറഞ്ഞാൽ ഞണ്ട് കറിക്ക് 2 കറി വേണ്ടെന്നാണെങ്കിലും കാമ്പുപ്പേരിയൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന സംഭവമല്ലേ. പിന്നെ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആട്ടോ ഈ ഒരു ഐറ്റം. ഇത് പറഞ്ഞാൽ നമ്മുടെ മാങ്ങ ഉപ്പുവെള്ളവും പിന്നെ കാന്താരി മുളക് ഇട്ടിട്ടുള്ള മാങ്ങയാണ്. നല്ല രസമാണ്. കാന്താരി മുളക് കണ്ടില്ലേ, നല്ല രസമാണ് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം. ഞണ്ട് കഴിക്കുന്നതിനൊരു സ്റ്റൈലുണ്ട്. അതിങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ വയറിൻ്റെ ഭാഗം ഒന്ന് ഇതാക്കിയിട്ട് നടുക്ക് കൂടി ഇങ്ങനെ ഇതാക്കിയെടുക്കണം. അതിൻ്റെ ഇറച്ചി മാത്രം വരുന്നുണ്ടല്ലേ. ഈ ഒരു ഇറച്ചിയും ഇച്ചിരി ചാറ് കൂട്ടിയിട്ട് അയവ ഇങ്ങനെ കുറച്ചെടുക്കുക. സൂപ്പറാണ്. അപ്പോൾ എൻ്റെ ഈ ഞണ്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വണക്കോ.